ഷാറുഖയുടെ കോമഡി പണ്ടത്തെ ആ ഒരു വന്ന സമയത്തുണ്ടായ കോമഡി ഇടയ്ക്ക് വെച്ച് നമുക്ക് മിസ് ചെയ്യല്ലോ. എല്ലാത്തിലും ഭയങ്കര സീരിയസ് സാധനങ്ങളൊക്കെ ചെയ്തപ്പോൾ ആ ഒരു ഷാറുഖൊക്കെയാണ് നമുക്ക് തിരിച്ചു കിട്ടിയിട്ടുണ്ട്. ഐഷയുടെ പെർഫോമൻസ് ആണെങ്കിലും ഈ അടുത്ത് കണ്ടതിൽ വെച്ചാൽ ഭയങ്കര ക്യൂട്ട് കാണാൻ, സ്ക്രീനിൽ ഭയങ്കര ക്യൂട്ടായിട്ടുണ്ട് കാണാൻ. പിന്നെ എല്ലാം കൂടെ രസമുണ്ട്, നമുക്ക് കണ്ടിരിക്കാം. ആ ഒരു ടെൻഷൻ ഫ്രീ ആയിട്ട് ചിരിച്ച് കളിച്ച് എൻ്റർടൈൻമെൻ്റ് ആയിട്ട്. എന്നാലും പ്രേതമുണ്ട്, പക്ഷെ നമ്മളങ്ങനെ പേടിപ്പിച്ചിരുത്തുന്ന പ്രേതമൊന്നുമല്ല, പാവം നല്ല പ്രേതം. മമ്മീനെ കാണിക്കുന്നില്ലല്ലോ ഇതില്, അപ്പോൾ മമ്മി ടൂവിൽ മമ്മീനെ കാണിക്കുമെന്ന് വിചാരിച്ചു. കോമഡി സീൻസ് ഒക്കെ വർക്കൗട്ട് ആയിട്ടുണ്ട്. സെക്കൻഡ് ഹാഫിലേക്ക് വരുമ്പോൾ ഒരു ഫാൻറ്റസി മൂഡ് ഇതിലേക്കാണ് പടം പോയിക്കൊണ്ടിരിക്കുന്നത്. ബിന്ദു പണിക്കരൊക്കെ നല്ലൊരു പെർഫോമൻസാണ്, നമുക്ക് എൻജോയ് ചെയ്ത് കാണാൻ പറ്റിയ ഒരു സിനിമയാണ്. കുഴപ്പമില്ല, ഫാമിലി ആയിട്ട് എൻജോയ് ചെയ്ത് കാണാൻ പറ്റിയ ഒരു സിനിമയാണ്. ഫസ്റ്റ് ഹാഫ് ഫുള്ള് കോമഡിയാണ്. സെക്കൻഡ് ഹാഫിലേക്ക് വരുമ്പോൾ ചെറിയൊരു മിസ്റ്റീരി, ഒരു ഹൊറർ ടൈപ്പ് കയറി വന്നിട്ടുണ്ട് ക്ലൈമാക്സിലേക്ക് വരുമ്പോൾ. നല്ല എങ്ങനെയായിരുന്നു പടം? നല്ല സിനിമയാണ്, അടിപൊളിയാണ്. കോമഡിയൊക്കെ വർക്കായോ? ചിരിച്ചോ? ജോണറാണ് കോമഡി ഹൊറർ ജോണർ. അങ്ങനെ റൊമാൻസ് ഉണ്ട്, ത്രൂ ഔട്ട് സെൻറ്റിമെൻറ്റ്സ് ഉണ്ട്. ഫസ്റ്റ് ഹാഫിൽ ഫുൾ കോമഡിയാണ്. പിന്നെ സർഫുദ്ദീൻ നല്ല ആക്ടറായി മാറുകയാണ്. ലാലേട്ടൻ പോലെ ഒരു വെർസറ്റൈൽ ആക്ടർ, ഏത് റോളും ചെയ്യാൻ പറ്റുന്ന ലയിക്കുകയാണ്. പിന്നെ ഐശ്വര്യ മാനേജർ ഉണ്ട്. ഇത് രണ്ടും പുതിയ പെയറിംഗ് ആണ്. പിന്നെ സെക്കൻഡ് പാർട്ട് വരുന്നുണ്ട്. ഇതൊരു ഫാൻറ്റസി മൂവിയാണ്. മൺചിത്താല് പോലെ കോമഡി ഉണ്ട്, അതിനോടൊപ്പം തന്നെ ഹൊററുണ്ട്. ഹൊറർ ഉണ്ടെങ്കിൽ പേടിപ്പിക്കുന്ന, അങ്ങനെ ഭയങ്കര പേടിപ്പിക്കുന്ന ഹൊററല്ല. ഫാമിലിക്ക് യൂത്തിന് എല്ലാം ഇഷ്ടപ്പെടും. ഒരു എക്സ്പീരിയൻസ് മൂവിയാണ് ബേസിക്കലി. പക്ഷേ എക്സ്പീരിയൻസ് വർക്കൗട്ട് ആയിരുന്നു. ലാഗും സംഭവമില്ല. സ്ക്രിപ്റ്റും ഡയറക്ഷൻ ഉയർന്നതാണ്. എഡിറ്റിംഗ്, ക്യാമറ വർക്ക് എല്ലാം നല്ലതാണ്. ഓണത്തിയാണ് നിങ്ങളൊരു ഫാൻറ്റസി മൂവി, ഫിക്ഷൻ, പാരസൈക്കോളജി ആ രീതിയിൽ എടുക്കണം. മൺചിത്താല് കാണുപോലെ ആ രീതിയിലെടുത്ത് നല്ലൊരു എൻ്റർടൈനറാണ്. എന്തായാലും വലിയ ഹിറ്റാവേണ്ട മൂവിയാണ്. ഐസൊലേഷൻ വലിയ നടത്തുന്നുണ്ട്. എല്ലാവരും അങ്ങനെ ചെയ്യുന്നുണ്ട്. ബിന്ദു പണിക്കരാണെങ്കിലും ജഗദീഷ് ആണെങ്കിലും എല്ലാവരും അങ്ങനെ ചെയ്യുന്നുണ്ട്. എല്ലാം കൊണ്ട് വലിയൊരു ഹിറ്റാവാൻ സാധ്യതയാണ്. സെക്കൻഡ് പാർട്ട് വരുന്നുണ്ട്. ഒരു ഹൊറർ കോമഡി മോഡൽ പടം കേട്ടോ. നമ്മൾ സ്ത്രീ അരമന കണ്ട പോലെ അതിൻ്റെ ആ ഒരു ജോണറിലെ പടമുള്ള ഇഷ്ടമുള്ളവർക്ക് കുഴപ്പമില്ല, നല്ല പടം അങ്ങനെയുള്ളവർക്ക് ഇഷ്ടപ്പെടും. ഒരു കോമഡി ഹൊറർ മൂവിയിൽ നമ്മൾ ഹിന്ദി പടങ്ങളിലൊക്കെ ഭൂലഫലിയൊക്കെ കണ്ട പോലെ അങ്ങനെ ഒരു സ്ക്രീനുള്ള പടമുള്ളവർക്ക് ഫീൽ ചെയ്യും കേട്ടോ. ലാഗൊന്നുമില്ല, കുഴപ്പമൊന്നുമില്ല. കോമഡിയൊക്കെ നല്ലതായിട്ട് വർക്കായിട്ടുണ്ട്. നല്ല ഫ്രെയിമൊക്കെ നല്ല ഉഗ്രനായിട്ടുണ്ട്, കുഴപ്പമില്ല. ഷർഫ് നല്ലതായിട്ടുണ്ട്. ജെയ്ക്സിൻ്റെ മ്യൂസിക് ഒക്കെ കിടലായിട്ടുണ്ട്. എല്ലാം കുഴപ്പമില്ല കേട്ടോ. എന്ന് വെച്ചാൽ വൺ ടൈം വാച്ച് എന്ന് വെച്ചാൽ നമ്മൾ പ്രഡിക്റ്റ് ചെയ്യുന്നതല്ല, ഒരുപാട് എക്സൈറ്റഡ് ആണ്. ഉറപ്പായിട്ടും പിന്നെ കോസ്റ്റ്യൂം, മ്യൂസിക് എല്ലാം വളരെ നന്നായിട്ടുണ്ട്. അത് തിയേറ്ററിൽ വന്ന് തന്നെ കാണും. OTT കാണാൻ പറ്റും, പക്ഷേ തിയേറ്ററിൽ കണ്ടാലേ ആ ഒരു ഫുൾ സൗണ്ട്, ലൈറ്റ്, കോസ്റ്റ് എല്ലാം എൻജോയ് ചെയ്യാൻ പറ്റുള്ളൂ. ആൻഡ് ദ ഹീറോ നമ്മൾ ഇതുവരെ കണ്ട ഒരാളല്ല, വേറൊരു മൂഡായിട്ട് എനിക്ക് ഷർഫിൻ്റെ അതിൽ വേറൊരു പിക്ചറാണ് കണ്ടത്. ഉറപ്പായിട്ടും വന്ന് കാണണം. കോമഡിയാണ് സബ്ജക്റ്റാണ്. ഇഷ്ടപ്പെട്ടോ? എലമെൻ്റ് ഉള്ളൊരു കോമഡി സബ്ജക്റ്റ്. നല്ല സൗണ്ടാണ്, നല്ല മൂവിയാണ്, നന്നായിട്ട് വർക്കൗട്ടായിരുന്നു. ഹോളിവുഡ് പടം കാണാൻ എഫക്റ്റ് ആയിരുന്നു. ഇത് നിങ്ങൾ OTT വെയിറ്റ് ചെയ്യരുത്, തിയേറ്ററിൽ കാണും. തിയേറ്ററിൽ ഒന്ന് കാണേണ്ട പടമാണ്. തിയേറ്റർ എക്സ്പീരിയൻസ് ആണ്, മസ്റ്റ് വാച്ച് ആണ്. 5 4.5 മാർക്ക് കൊടുക്കാം.